പൂങ്കാറ്റേ വാ കുളിരും മണവും നീ തൂകി വാ ഈലതാചിപുരം നിറയെ പൂക്കളം നീല സുന്ദരി താരത്തൂമിഴിയാ തിരയുന്നു നിന്നെ കനവൂറും കരളുമനീളേ മകരമഞ്ഞിന്റെ നനവിൽ നാണം തെളിഞ്ഞ പൊന്നേനി ഇളകി മാലി പിടഞ്ഞു തുള്ളും മൃദംഗ നടകേനി വാനമേഘമേറി തിരുവഴി വിരുന്നുവാ കണിയെനിക്കുന്നൊരുക്കിവാ ഇരുവഴി വിരുന്നുവാ കണിയെനിക്കുന്നൊരുക്കിവാ പൂങ്കാറ്റേ വാ കുളിരും മണവും നീ തൂകി വാ ഈലതാചിപുരം നിറയെ പൂക്കളം നീല സുന്ദരി താരത്തൂമിഴിയാ തിരയുന്നു നിന്നെ കനവൂറും കരളുമനീളേ കടൽ കടഞ്ഞും തിരചികഞ്ഞും പവിഴമുത്തുകൾ കന്നി വയലുകൾ കൊയ്തു കൂട്ടി നെന്മണിക്കുലതാ പുഴകൾ മലകൾ വനങ്ങൾ താണ്ടിവാ നിന്റെ പൊന്മുളം തണ്ടിലൂതും മന്ത്രഗീതം നിന്നെ എന്നും ഓർത്തിരിക്കാനുള്ളതും നീതാ പറയും കരളിൽ നിറയും കഥകൾ ചൊരിയും കനികൾ മധുരം തുണയൻ പൂങ്കാറ്റേ വാ Thank you.
സന്തോഷത്തിൽ നീ അത്യധികമായി സന്തോഷിക്കുന്നവനും അവരെ അത്യധികമായി തന്നെ അനുഗ്രഹിക്കുന്നവനുമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾ ആരും അറിയുന്നതിന് മുമ്പായിട്ട് നീ അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ചു. കർത്താവെ, ഞങ്ങളുടെ മക്കൾ പ്രായമാകുമ്പോൾ അവരെ വിവാഹത്തിന് കൊടുക്കുകയും വിവാഹം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ കടമയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇപ്പോൾ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഞങ്ങളുടെ മകൻ ജെയിംസിന് വേണ്ടി പ്രത്യേകമായി നടത്തുകയും അവനെ വേണ്ട എല്ലാ പരിശീലനങ്ങളും കൊടുക്കാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ ഒരുക്കുകയും ചെയ്തതിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അതിന് വേണ്ട വിദ്യാഭ്യാസം മറ്റെല്ലാ താലന്തുകളും അവന് ലഭിക്കത്തക്കവണ്ണം നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഈ സമയം വരെയും അവൻ ഏകനായിട്ട് ആയിരുന്നു ഇരുന്നത്. എന്നാൽ ഇന്ന് നിന്റെ നിയമപ്രകാരം അവനെ ഒരു കുടുംബബന്ധത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് തുടങ്ങുകയാണ്. കർത്താവെ, ഇവരുടെ കുടുംബബന്ധം ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് വധുവായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആ യുവതിയെയും ഞങ്ങൾ പ്രത്യേകം തൃക്കരങ്ങളിൽ വയ്ക്കട്ടെ. കർത്താവെ, അവരൊരുമിച്ചുള്ളതായ ജീവിതം ഏറ്റവും അനുഗ്രഹകരമായിരിക്കത്തക്കവണ്ണം ദൈവരാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കത്തക്കവണ്ണം മറ്റെല്ലാവർക്കും കുടുംബത്തിനും ഒക്കെയും പ്രത്യേക അനുഗ്രഹമായിരിക്കത്തക്കവണ്ണം അവരുടെ കുടുംബജീവിതത്തെ നീ നിയന്ത്രിക്കുകയും അത് നടത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹവേദിയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സഹായിച്ച വലിയ സഭയെ ഓർത്ത് ഞങ്ങൾ അവരോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഞങ്ങൾ ഈ സമയത്ത് ദൈവമേ, എൻ്റെ മകളുടെ വിവാഹം ഏറ്റവും വിവാഹബന്ധത്തിൽ പ്രവേശിക്കേണ്ടതായിട്ടുള്ള എൻ്റെ
നാളുകൾക്ക് ശേഷം ആണ് വളരെ പ്രാർത്ഥനയോട് ഒരുക്കത്തോടു കൂടിയാണ് ഈ വിശുദ്ധ വിവാഹ ബന്ധത്തിലേക്ക് പ്രിയപ്പെട്ടവരെ പ്രവേശിപ്പിക്കാനായിട്ട് നമ്മളിവിടെ ആയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, വലിയ ചെലവുകളുണ്ട്, വിവിധങ്ങളായ ത്യാഗങ്ങൾ അതിന് പിന്നിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് അവരെ പ്രവേശിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു. ഒരു വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ്, ഒരു കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും. എല്ലാവരുടെ കൂടി വട്ടമൊക്കെ ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ പരീക്ഷയൊക്കെ നല്ലതായിരുന്നു അല്ലെ മോശമായിരുന്നു എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ പറയും. ഇതൊക്കെ നല്ലതാണെങ്കിലും ഈ വിവാഹ ശുശ്രൂഷയിൽ നടക്കേണ്ട അതിപ്രധാനമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആരെയും അമ്പാരിയും വെച്ച് വിവാഹം നടത്തിയാലും, എത്ര വെടിക്കെട്ടോടുകൂടി വിവാഹം നടത്തിയാലും, പൊടി പൊടിച്ച് വിവാഹം നടത്തിയാലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടില്ല എന്ന് വരികിൽ ആ കുടുംബജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ പകൽക്കാലം ഏതാനും ചില കാര്യങ്ങൾ കാനാവിലെ കല്യാണത്തിൽ ആ ഭവനത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിക്കാൻ പോകാൻ ഇരിക്കുന്ന വളരെ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഓടിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, കാനാവിലെ കല്യാണത്തിനുണ്ടായ ഏറ്റവും അധികം വിശേഷം എന്നാണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ക്ഷണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിരിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് കൂടി ആരംഭിക്കുന്ന ഒരു കുടുംബജീവിതം, യേശുക്രിസ്തുവിനോട് കൂടി ആരംഭിക്കുന്ന ഒരു കുടുംബജീവിതം, യേശുക്രിസ്തു ഒരു അൺസീൻ ഗസ്റ്റ് ആയിട്ട് കാണപ്പെടാത്ത വ്യക്തിയാകും. നാം മുമ്പോട്ട് പോകുന്ന വരിയിൽ, കുടുംബജീവിതം ആരംഭിക്കുന്ന വരിയിൽ അത് ഐശ്വര്യ സമ്പൂർണമായ വിവാഹങ്ങളൊക്കെ നടത്തി, വിവാഹ ശുശ്രൂഷകളൊക്കെ നടത്തി, മനോഹരമായ വിവാഹങ്ങളൊക്കെ നടത്തിയതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ 2-3 മാസങ്ങൾ കഴിയുമ്പോൾ, കുറഞ്ഞ 1 വർഷം കഴിയുമ്പോൾ ആ വിവാഹങ്ങളൊക്കെയും പൊളിഞ്ഞ് ഭാര്യ ഒരു വീട്ടിലും. അതോടെ ഇന്ന് ഈ പ്രിയപ്പെട്ടവർ ആരംഭിക്കുന്നവരുടെ കുടുംബജീവിതത്തിൽ കാനാവിലെ കല്യാണത്തിന്, കാനാവിലെ കുടുംബത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിച്ചതിന്റെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചറിയുന്ന പ്രിയപ്പെട്ടവരോടും ഈ അവസരത്തിൽ ഓർപ്പിക്കാനുള്ളത്, കർത്താവിനോട് കൂടിയുള്ള ഒരു കുടുംബജീവിതമായിരിക്കും. എന്റെ അമ്മ അവനോട് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. യേശുവോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ കാനാവിലെ കല്യാണത്തിന് ദൈവനാമം മഹത്വപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ഒരു വലിയ കടമയുണ്ടായിരുന്നു. എന്താണ് ചോദിച്ചാൽ, ആ ഭവനത്തിൽ ഏതോ ഒരു പോരായ്മ വന്നു. വീഞ്ഞ് പോരാളമെന്നായ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ അന്നത്തെ നിലയനുസരിച്ച് വലിയ ഒച്ചപ്പാടും ബഹളവും വലിയ അടിനാശം വരെ ഉണ്ടാകേണ്ട വലിയൊരു സാഹചര്യങ്ങളാണ്. സാധാരണയായി നമുക്കൊക്കെ അറിയാം പിന്നിലുള്ളത്. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം ആ കുടുംബത്തിൽ വന്നപ്പോൾ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, ആ ഭവനത്തിലുണ്ടായിരുന്ന ആ സ്ത്രീ ആരോടും ഈ പ്രശ്നം പറയാതെ, ആരോടും ഈ പ്രോബ്ലം എന്താണെന്ന് പറയാതെ, ഈ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ളവരോട് പോയിട്ടെന്ന് പറയും. ഒരു കുടുംബജീവിതത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതിമഹത്തായ ചില പ്രാധാന്യങ്ങൾ ഉണ്ടെന്നുള്ളത്, ആ കുടുംബത്തിന്റെ ഉയർച്ചയെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു സ്ത്രീ, ആ സ്ത്രീ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അവരാ പോരായ്മ വന്നപ്പോൾ പറയേണ്ടവരോട് പറഞ്ഞു. പോയിച്ചെന്ന് പറയുവാൻ താല്പര്യമുള്ളവരായിരിക്കണം, അത്രമാത്രം താല്പര്യം കാണിക്കേണ്ടവരായിരിക്കണം, ആ ഒരു മനസ്സിലുള്ളവരായിരിക്കണം ഒരു സ്ത്രീ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കും. വേറെ ആരെയാണ് ചോദിച്ചാൽ കർത്താവിനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവിനെ ഒരു സ്ത്രീയെയുമാണ്, ഒരു ഭാര്യയുമാണ് മുന്തിരിവള്ളിയോട് ഉപയോഗിച്ചിരിക്കുന്നത്. മുന്തിരിവള്ളി വലിയ മഹത്വത്തെ കാണിക്കുന്ന മഹത്വം കമ്പയർ ചെയ്തിരിക്കുന്ന 2 വ്യക്തികളോട്. ഒന്ന് കർത്താവിനോട് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കർത്താവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇപ്രകാരം പറയുന്നു, ആ കുടുംബത്തിൽ മാത്രമേ ചിൽഡ്രൻസ് പാരഡൈസ് അങ്ങോട്ട് പറ്റിച്ചേരും, അവൻ അപ്പനെയും അമ്മയും ഉപയോഗിച്ച് അവളോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇതൊരു മർമ്മമാണ്. വാസ്തവത്തിൽ ഇറ്റ്സ് എ മിസ്റ്ററി. ശരിയാ, 2 വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്ന് ഈ 2 പേര് അവർ തമ്മിൽ ഒന്നിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രാക്ടിക്കൽ ലൈഫ് പറയട്ടെ. ഇതേവരെ അവർ തമ്മിൽ കണ്ടു കേട്ടു, കാര്യങ്ങളൊക്കെ നടന്നു. നാളെ ഈ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് വിവാഹബന്ധത്തിലേക്ക് കൂടെ പ്രവേശിച്ച് നാളെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജെയിംസിന് ഒരു പ്രയാസം ഉണ്ടായാൽ ആ പ്രയാസം മണവാട്ടിയെ സംബന്ധിച്ച് അത് പ്രയാസമുള്ള ഒരു സംഗതിയായിത്തീരും. അതുപോലെ അവിടെ ഭാര്യയ്ക്ക് ഒരു പ്രയാസം വന്നു കഴിയുമ്പോൾ ആ പ്രയാസത്തിൽ പങ്കുചേരേണ്ടത് ഭർത്താവാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റും. നമ്മളൊക്കെ അത് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അനുഭവിക്കുന്നവരാ. 2 വ്യത്യസ്ത സാഹചര്യത്തിൽ ഒരാൾക്കൊരു വയറ്റുവേദന വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് വലിയ പ്രയാസമായിരിക്കും, ഭാര്യയ്ക്ക് ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് വളരെ പ്രയാസമാണ്. കാരണം എന്നാ, അതൊരു മർമ്മമാണ്. ഇറ്റ് ഈസ് എ മിസ്റ്ററി.
to nation, to beauty, to economy, to place, to home. വലിയ കർത്തവ്യമാണ്. ഇപ്പോൾ ഈയിടെ ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കുണ്ടായി അടുത്ത സമയത്ത്. അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: കല്ലുകൾ തമ്മിൽ ഒന്നിച്ചാൽ മാർബിൾ ഭവനമാകും, ഇഷ്ടിക കല്ലുകൾ തമ്മിൽ ഒന്നിച്ചാൽ ഇഷ്ടിക ഭവനമാകും. എന്നാൽ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ മാത്രമേ അതൊരു കുടുംബമായി തീരുകയുള്ളൂ. അത് കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ ക്ഷണിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവിനോട് പറയണം. അത് മാത്രമല്ല, അവൻ പറയുന്നതെന്തും അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കാഴ്ചവെക്കുവാനായിട്ട് കഴിയും. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവിനോട് കൂടി ആരംഭിക്കുകയും പള്ളി ആരാധനകളിൽ പങ്കെടുക്കുകയും കുടുംബ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും വേദപുസ്തക വായനയിലും രഹസ്യ പ്രാർത്ഥനയിലും പരസ്യ പ്രാർത്ഥനയിലും ഒന്നിച്ച് സഹകരിച്ച് മുൻപോട്ട് പോകുന്നെങ്കിൽ അനുഗ്രഹ സമ്പൂർണ്ണമായ ഒരു കുടുംബജീവിതം കാഴ്ചവെക്കുവാനായിട്ട് കഴിയും. ഞാൻ എപ്പോഴും പറയാനുള്ള ഉദാഹരണമാണ് ആർച്ച് ബിഷപ്പ് കാൻറ്റർബറി. അദ്ദേഹത്തിന്റെ ഇടവകയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ വിവാഹത്തിന്, വലിയ വ്യക്തിയുടെ വിവാഹത്തിന് അദ്ദേഹം ഒരു സംഭാവന നൽകി. സാധാരണയായിട്ട് ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന്റെ പള്ളിയിൽ നടക്കുന്ന വിവാഹത്തിനൊക്കെ അദ്ദേഹം ഒരു സംഭാവന നൽകും. ഇതൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആ പള്ളിയിൽ വിവാഹം കഴിക്കാൻ പോകുന്നത്. അവിടെ ഇരിക്കുന്ന ഇടവക്കാരൊക്കെ പ്രതീക്ഷിച്ചു, ഇപ്പോൾ വിൻസ്റ്റന് കൊടുക്കാൻ പോകുന്ന സമ്മാനം ഒരു വലിയ സമ്മാനമായിരിക്കും. വെള്ളിയാണോ വജ്രമാണോ സ്വർണമാണോ എന്നറിയാൻ പാടില്ല. ജനങ്ങൾ ആകാംക്ഷാഭരിതരായിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ വിവാഹ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് അവരുടെ തലയെ കൈവച്ചതിന് ശേഷം തിരുമേനി ഒരു വലിയ പൊതിക്കെട്ടെടുത്ത് മണവാളന്റെ കയ്യിലോട്ട് കൊടുത്തു. മണവാളൻ വളരെ നല്ല സന്തോഷത്തോടുകൂടെ ആ പൊതിക്കെട്ടിഞ്ഞ് വാങ്ങിച്ച് അതിന്റെ പൊതിയെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല 1ാം ക്ലാസ് ഒരു കുഷ്യൻ. എല്ലാവരും അന്തിച്ചു പോയി. ഇത്ര വലിയ മനുഷ്യർ കുഷ്യനാണോ സംഭാവന ചെയ്തതെന്ന്. പക്ഷെ ആ കുഷ്യൻ കൊടുത്തേച്ച് തിരുമേനി ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഈ കുഷ്യൻ തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ തിരുമേനിക്ക് ഇത് തരാനേ സാധിച്ചുള്ളല്ലോ, മോശമായി പോയല്ലോ എന്ന് ഒരുപക്ഷെ വിചാരിച്ചേക്കും. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ ദമ്പതിമാരെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഇന്നു മുതൽ ഈ കുഷ്യനിൽ നിങ്ങൾ മുട്ടുകുത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവിനോട് പറയുന്നെങ്കിൽ, നിങ്ങൾ ഒന്നിച്ച് മുട്ടുകുത്തി നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കാഴ്ചവെക്കുവാനിടയാകും. അതിന് മുതലായി തീരട്ടെ കുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കരങ്ങളിലേക്ക് ഏൽപ്പിച്ചത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഭൂമിയിൽ വിവാഹം നടക്കുമ്പോൾ ഒരു വലിയ സത്യം വിളിച്ചറിയിക്കുക: ആത്മമണവാളനായ കർത്താവ് തന്റെ കാന്തയാകുന്ന സഭയെ ചേർക്കുവാനായിട്ട് വരുന്ന വലിയൊരു വിവാഹ സമ്മേളനമുണ്ട്. ആ വിവാഹ സമ്മേളനത്തിൽ അവന്റെ ഒരു മണവാട്ടിയായിരിക്കാൻ തക്കവണ്ണം നിങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതും ഞങ്ങളുടെ കടമയാണ്. ഇന്ന് നിന്റെ വിശുദ്ധ നിയമപ്രകാരം വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മണവാളിനെയും ഈ മണവാട്ടിയെയും അവിടുന്ന് പ്രത്യേകമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ഒരുമിച്ച് പോകേണ്ടത് എങ്ങനെയെന്നും അങ്ങനെ ചെയ്തില്ല എങ്കിൽ അതുകൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള തകർച്ചകൾ എന്തെന്നും ദൈവവചനത്തിൽ നമ്മളോട് പറയുകയായിരുന്നു. കർത്താവിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ദമ്പതിമാർ അവിടുത്തെ കൈവച്ച് പ്രത്യേകം അനുഗ്രഹിച്ചാൽ ഈ സമയത്ത് ഈ ദമ്പതിമാരെ ഇങ്ങനെ വ്യത്യാസവും അവർക്ക് വേണ്ടതായിട്ടുള്ള നല്ല പരിശീലനങ്ങൾ അതെല്ലാം നൽകി ഇന്ന് ഒരു വലിയ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ സഭയുടെ മുൻപാകെ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവരെ വിവാഹ ബന്ധത്തിൽ ഒരുമിച്ച് ചേർക്കുവാനായിട്ട് സൃഷ്ടിച്ചവന് കൊടുത്തു. അതുകൊണ്ട് പുരുഷൻ തന്റെ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഇരുവരും ഒരു ദേഹമായി തീരും. വിവാഹം ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മസിഹായും അവന്റെ മണവാട്ടിയായ സഭയും തമ്മിലുള്ള ജ്ഞാനാർത്ഥകമായ ഐക്യത്തെ ലക്ഷ്യീകരിക്കുന്നതും ആകും. ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ നമ്മുടെ കർത്താവ് വിവാഹത്തെ ആശീർവദിക്കുകയും ചെയ്യും. എബ്രായ ലേഖനം പറയുന്നത് വിവാഹം ദൈവനിയമവും മാന്യവും വിശുദ്ധമാകുന്നു എന്നത്രേ. സഭ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്ന പോലെ ഭാര്യ ഭർത്താവിനോട് ഒന്നായി ചേർക്കപ്പെടുന്നു. ഈ മർമ്മം വലിയത്. ഞാനത് ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നതെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതുകൊണ്ട് അലക്ഷ്യമായിട്ടോ അവിവേകമായിട്ടോ അർത്ഥം ഗ്രഹിക്കാതെയോ ജഡ ഉല്ലാസത്തിനായിട്ടോ ഈ വിശുദ്ധ ബന്ധത്തിൽ ആരും പ്രവേശിക്കരുത്. പിന്നെയോ പൂർണ്ണ ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും ദൈവഭക്തിയോടും പ്രതിഷ്ഠയോടും കൂടി ഇതിൽ പ്രവേശിക്കേണ്ടത് ആവശ്യമാകും. ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും ആപത്തിലും സന്തോഷാനുഭവത്തിലും അന്യോന്യം തുണയായിട്ടിരിക്കുവാനും തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനും വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന
യാതൊരു രഹസ്യമോ പരസ്യമായ ബന്ധങ്ങളോ വിചാരങ്ങളോ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. മുഖാന്തരം ആ നിത്യമണവറയ്ക്ക് നിങ്ങൾ യോഗ്യരായി തീരേണ്ടതാകും. മക്കളുടെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവർ തരുന്ന പ്രതിഫലവുമാകും. കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന മക്കളെ കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും ഭക്തിയോപദേശത്തിലും അവന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിന് വളർത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വധൂവരന്മാരുടെ മൗനം അവരുടെ വിവാഹത്തിന് തടസ്സമില്ല എന്ന് വ്യക്തമാക്കുന്നതിനാൽ തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ആകയാൽ ഈ വലിയ ചുമതലകൾക്കും പദവികൾക്കും നിങ്ങളെല്ലായ്പ്പോഴും യോഗ്യരായി തീരുവാൻ സകല വിനയത്തോടും ഭയഭക്തിയോടും കൂടെ നിങ്ങളുടെ തലകളെ വണക്കി ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിരന്തരം രഹസ്യ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും തിരുവചനാധ്യാനത്തിലും ആത്മീയ കൂട്ടായ്മയിലും തിരിക്കുകയും ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നറിഞ്ഞ് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഉത്തമ ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുകയും വേണം. ദൈവജനങ്ങളോടുകൂടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവാലയത്തിൽ പതിവായിട്ട് കൂടി വരികയും തിരുവത്താഴത്ത് നിങ്ങൾ ഇരുവരും ഒരുമിച്ച് സംബന്ധിക്കുകയും ദൈവം നിങ്ങൾക്ക് നൽകുന്ന സകല വരുമാനത്തിൽ നിന്നും കുറഞ്ഞപക്ഷം ദശാംശമെങ്കിലും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും സുവിശേഷ ഘോഷണ പ്രവർത്തനങ്ങൾക്കും ഇടവകയുടെയും സഭയുടെയും ആവശ്യങ്ങൾക്കും സാധു സംരക്ഷണത്തിനു വേണ്ടി ഉദാരപൂർവ്വം സംഭാവന നൽകുകയും ചെയ്യണം. സ്വർഗീയമായ വാഴ്വുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ കൈക്കൊള്ളുന്നു. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർപ്പാനായിട്ട് ഈ സ്ത്രീയെ നിന്റെ ഭാര്യയായി നീ കൈക്കൊള്ളുമോ? അടുത്ത ചോദ്യത്തിന് അപ്രകാരം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന ഉത്തരം പറയേണ്ടതാകും. അപ്രകാരം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. നീ ഇവിടെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് ബഹുമാനിച്ച് ആരോഗ്യത്തിലും രോഗത്തിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെയും ഈ സഭയുടെ മുൻപാകെ നീ പ്രതിജ്ഞ ചെയ്യുമോ? മണവാട്ടിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ കൈക്കൊള്ളുമെന്ന് ഉത്തരം പറയേണ്ടതാകും. ഞാൻ കൈക്കൊള്ളുമെന്ന്. വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിന്റെ നിയമപ്രകാരം ഒന്നിച്ച് പാർപ്പാനായിട്ട് ഈ പുരുഷനെ നിന്റെ ഭർത്താവായിട്ട് നീ കൈക്കൊള്ളുമോ? അടുത്ത ചോദ്യത്തിന് അപ്രകാരം ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് ഉത്തരം പറയേണ്ടതാകും. വിവാഹത്തിൽ ഇവരെ സംരക്ഷിക്കുകയും നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോൾ മുൻപാകെ നീ പ്രതിജ്ഞ ചെയ്യുമോ? ദൈവസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന ഈ പ്രതിജ്ഞ രജിസ്റ്ററിൽ എഴുതി ഒപ്പിടുന്ന സമയമായിരിക്കും ഇപ്പോഴേ നടക്കുക. വാഴ്ത്തുക നീ വാഴ്ത്തുക നിന്റെ സന്നിധിയിൽ നീ കൂട്ടിവരുത്തിയിരിക്കുന്ന നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വിശുദ്ധിയെ വന്ദിപ്പാനും നിന്റെ മഹത്വത്തെ കീർത്തിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, വിശുദ്ധ വിവാഹബന്ധത്തിൽ പ്രവേശിക്കുന്ന ഈ നിന്റെ മക്കളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. സ്വർഗീയ മണവറയിൽ നിന്നോടുകൂടെയുള്ള നിത്യസന്തോഷത്തിനും ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. സ്വർഗീയ മണവാളനായി നിന്നിൽ ഞങ്ങളുടെ പ്രമോദവും സന്തോഷ സമൃദ്ധിയും ഞങ്ങൾക്കുണ്ടായിരിക്കുമാറാകണമേ. നിന്നോടുകൂടെയുള്ള നിന്റെ സംസർഗത്താൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോകുകയും നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശിതരാകുകയും നിന്റെ ആത്മാവിൻ്റെ വ്യാപാരത്താൽ ഞങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഇപ്പോൾ വിശുദ്ധ വിവാഹബന്ധത്തിൽ
ഏർപ്പെടുന്ന ഈ മണവാളിനെയും ഈ മണവാട്ടിയെയും സ്വർഗീയ ദർശനങ്ങൾ കൊണ്ടും പരിജ്ഞാനം കൊണ്ടും അലങ്കരിക്കണമേ. നിന്റെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കുകയും ആത്മീയ സൗന്ദര്യത്താൽ ഇവർ തമ്മിൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്റെ അനുഗ്രഹങ്ങൾ സന്തോഷിപ്പിച്ചാം കർത്താദമ്പതിമാരിവരെ ആശീർവദിക്കിപ്പോൾ രക്ഷകനെ ഇവരൊന്നായിട്ടേക കുടുംബത്തിൽ ബന്ധത്തിൽ വന്നിടാൻ നീ നൽകേണം കൃപയെ. അന്യോന്യം ഇവർ കൈമാറും മോദീരത്താലേ സ്ഥിരമായി തീർക്കുക മംഗല്യം എന്നും പിരിയാതെ. സ്നേഹത്താൽ തിരുസഭയ്ക്കായി തൻ ജീവൻ തന്നീശോ യോജിപ്പിക്കുക ദാസരെ നിൻ സ്നേഹാത്മാവാലെ. സ്തുതി സ്തോത്രങ്ങൾക്കെന്നും നീ പാത്രം കർത്താവേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഭാര്യമാരെ കർത്താവിനെ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ താൻ സ്നേഹിക്കുന്നു. സ്വഭാവത്തിന്റെ ആത്മാവിനെ ഇവർക്ക് നൽകണമേ. സംശയത്തിന്റെ സ്വാർത്ഥത്തിന്റെ ആത്മാവിനെ ഇവർ നകറ്റിക്കളയണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ നിന്ന് ഇവർ എല്ലായ്പ്പോഴും നിന്നെ സ്തുതിക്കുകയും ചെയ്യുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. കർത്താവേ, മോതിരങ്ങളുടെ ദമ്പതികൾക്കായിട്ട് നീ വേർതിരിക്കുകയും ഇവരുടെ വിവാഹത്തിന്റെ അടയാളം മുദ്രയുമായിട്ട് ഇവർക്ക് നൽകുകയും ചെയ്യണമേ. ഇവയെ കൊടുക്കുകയും ധരിക്കുകയും ചെയ്യുന്നവർ നിന്റെ സമാധാനത്തിൽ പാർക്കുകയും അവരുടെ ജീവകാലം മുഴുവൻ നിന്റെ കൃപയിലും നിന്നോടുള്ള ബന്ധത്തിലും അന്യോന്യമുള്ള സ്നേഹത്തിലും വസിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും തന്നെ. ക്രിസ്തു എന്ന ഏകപുരുഷന് സഭയെ നിർമ്മലകന്യയായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന പ്രകാരം ഇവരുടെ വിവാഹത്തിൽ ലക്ഷ്യമായ മോതിരങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വേർതിരിക്കപ്പെടുന്നു. പുറകോട്ടിറങ്ങിക്കേ. ഞാൻ നിന്നെ എന്റെ ഭാര്യയായി വിവാഹം ചെയ്യുന്നതിന് ലക്ഷ്യമായിട്ട് ഈ മോതിരം നിന്നെ അണിയിക്കും. എന്റെ ശരീരാത്മ ദേഹികൾ കൊണ്ട് ഞാൻ നിന്നെ ബഹുമാനിക്കും. എന്റെ ഈ ലോക സമ്പത്തുകൾക്കും സകല സ്ഥാനമാനങ്ങൾക്കും ഞാൻ നിന്നെ അവകാശിയായി സ്വീകരിക്കും. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അരോഗതയിലും രോഗത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നവരെ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം നിന്നെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും സന്തുഷ്ടിപ്പെടുത്തുവാനും ഈ സഭയുടെ മുൻപാകുകയും സകല ഹൃദയങ്ങളെ വിശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. ഇന്നു മുതൽ ഞാൻ നിന്റേതും നീ എന്റേതും നാം ഇരുവരും ദൈവത്തിൻ്റെതുമായിരിക്കും. സർവശക്തനായ ദൈവം അതിനെനിക്ക് സഹായിക്കുമാറാകട്ടെ. ആമേൻ.
പാടിയിട്ടുള്ളത്. ഞാൻ ലതയാണ്. എൻ്റെ ഭർത്താവായി അടയാളമായി ഈ മോതിരം ഞാൻ നിന്നെ അണിയിക്കും. എനിക്കുള്ള സകലവും ഞാൻ നിനക്ക് തരും. ഇന്നു മുതൽ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അരോഗതയിലും രോഗത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം നിന്നെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും അനുസരിപ്പാനും സന്തോഷപ്പെടുത്തുവാനും ഈ സഭയുടെ മുൻപാകെയും സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലും നിന്നോട് ഞാൻ വാഗ്ദത്തം ചെയ്യും. ഇന്നു മുതൽ ഞാൻ നിന്റേതും നീ എൻ്റേതും നാം ഇരുവരും ദൈവത്തിൻ്റെതുമായിരിക്കും. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരികയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവം അതെനിക്ക് സഹായിക്കുമാറാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവർ ഒന്നായി ചേർക്കപ്പെട്ടിരിക്കുന്നു. സാക്ഷി നിൽക്കൂ എൻ മനമേ, സ്വർപ്പുരാമേ ധാരാവിനോ സാക്ഷി നിൽക്കൂ എൻ മനമേ, എന്നും എന്നിൽ പുതുക്കുന്നു നന്മുദ്ര നീ ശുദ്ധാത്മാവേ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാവം തീർത്ത നാൾ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാവം തീർത്ത നാൾ. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അതിനവൻ സൃഷ്ടിച്ചവൻ ആദ്യം അവരെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചുവെന്നും ആ നിമിത്ത മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുവെന്ന് അരുളി ചെയ്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവേ, വാതിലായിരിക്കുന്ന നിന്റെ മക്കളെ സത്യം കൊണ്ട് നീതി കൊണ്ട് വായി ധരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, ഭാരമുള്ള നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ള നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോടിടും മാവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോടിടും മാവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കാമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കാമ്പമുള്ളിൽ ചേർക്കവേ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ദൈവമായ കർത്താവേ, മണവാളനെ മണവാട്ടിയുടെ കണിയിച്ചിരിക്കുന്ന പിന്നും അവൻ ധരിപ്പിച്ചിരിക്കുന്ന വിവാഹ വസ്ത്രം അധീനത ലക്ഷ്യമായിട്ടായിരിക്കുമാറാകണമേ. ഒരുക്കുകയും അവരുടെ കുടുംബത്തിൽ തലവൻ ഉടമസ്ഥനുമായിട്ട് നീ എന്നവരോട് വസിക്കുകയും ചെയ്യണമേ. നീ മംഗളമാക്കി തീർക്കണമേ. ജീവിതത്തിൽ തങ്ങൾക്ക് അനുഭവപ്പെടുന്ന എല്ലാ സങ്കടങ്ങളും നിരാശകളും പ്രതിബന്ധങ്ങളും പരാജയങ്ങളും വിജയകിരീടമായിട്ട് നീ ഞങ്ങൾക്ക് രൂപാന്തരപ്പെടുത്തണമേ. രാവും പകലും നീ തന്നെ ഞങ്ങൾക്ക് താങ്ങും തണലും തുണയുമായിട്ട് ഇരിക്കണമേ. ആദം ഹവ്വ എന്നിവരെ ചേർത്തൊരു കർത്താവേ, സ്വർഗീയ മണവാളനായ കർത്താവ് നിങ്ങളുടെ മണവാട്ടി പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിടട്ടെ. അനുഗ്രഹങ്ങളുടെ വലങ്കെ നിങ്ങളുടെ മേലൊന്ന് ആവസിക്കട്ടെ. കർത്താവ് നിങ്ങളെ സർവദ്രവങ്ങളും കാത്തു സൂക്ഷിച്ച് നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്കതുമായ സ്വർഗീയ അലങ്കാരങ്ങളാൽ നിങ്ങളെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്ക് നേരെ തോറ്റുപോകാത്തായുധം അവൻ നിങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.
സ്വർഗീയ മണവാളനായ കർത്താവ് നിങ്ങളുടെ മണവാത്മയെ പരിശുദ്ധാത്മാവുകൊണ്ട് മുദ്രയിടട്ടെ. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേലെ ഒന്ന് ആവസിക്കട്ടെ. കർത്താവ് നിങ്ങളെ സർവ്വദ്രോഹങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ച് ആശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സ്വർഗീയ അലങ്കാരങ്ങളാൽ നിങ്ങളെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സാരശക്തിക്കും നേരെ തോറ്റുപോകാത്തായുധം അവൻ നിങ്ങളെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. താഴ്മയെ ദൈവം വാഴ്ത്തട്ടെ. മശിഹാ കർത്താവ് തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കട്ടെ. ക്രിസ്തു സഭയുടെ തലയും രക്ഷിതാവുമായിരിക്കുന്നത് പോലെ പുരുഷൻ സ്ത്രീയുടെ തലയും സംരക്ഷകനുമായിരിക്കണം. അവന് ധരിക്കുന്നതിന് വസ്ത്രമില്ലാതിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾ കുടിപ്പാൻ കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോടുകൂടെ ഒന്നിച്ചിരിക്കുന്നുവല്ലോ. അവൻ അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവണ്ണം തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും എത്രയും യോഗ്യമാം വിധം അവനെ ബഹുമാനിച്ച് ശുശ്രൂഷിക്കുകയും വേണം. അവൾ സകലത്തിലും സ്നേഹത്തോടും തണുത്തോടും സൗമ്യതയോടും അവനോട് വർത്തിക്കുകയും ചെയ്യണം. പോലെയും ഇരിക്കട്ടെ. സകല ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും കർത്താവ് ഞങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. മണവാട്ടി, നിന്റെ ഭർത്താവ് നിന്നെ പ്രശംസിക്കട്ടെ. നിന്റെ മക്കൾ എഴുന്നേറ്റ് നിന്നെ ഭാഗ്യവതിയെന്ന് പുകഴ്ത്തട്ടെ. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും അവിടുത്തെ സാന്നിധ്യത്തിന് മറന്ന് നിൽപ്പാൻ നിങ്ങളെ സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വിവാഹ ശുശ്രൂഷകളൊക്കെയും ഇത്രത്തോളം ഭംഗിയാക്കി അവിടുന്ന് തന്നെ കാർമ്മികനായിട്ട് എഴുന്നള്ളി ഈ ശുശ്രൂഷ നടത്തി നീ അവരെ ഒന്നിച്ചാക്കി ഇതിന്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇരു ഭവനങ്ങളിലായിരുന്ന പ്രിയപ്പെട്ടവരെ നീ കാണുകയും അതിന്റെ പ്രാരംഭമായ മുതൽ ഒരു നല്ല ഇലയാസറായി കൂടെ ഇരുന്ന് കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്വർഗം പ്രസാദിച്ച ഒരു വലിയ അവസരമാക്കി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിൽ അവിടുത്തെ എടുത്തിരിക്കുന്ന തീരുമാനം ഇടപെട്ട കുടുംബജീവിതമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാനാവിലെ കല്യാണത്തിന് അവിടുത്തെ മഹത്വം വെളിപ്പെട്ടതുപോലെ നിന്റെ കുഞ്ഞുങ്ങൾ ആരംഭിക്കുന്ന ഇന്നത്തെ അവരുടെ കുടുംബജീവിതത്തിൽ നിന്റെ മഹത്വം വെളിപ്പെടുവാനും തുടർന്ന് നീ ഒരു ക്ഷണിക്കപ്പെട്ട വ്യക്തിയായി അവരുടെ കുടുംബത്തിൽ എഴുന്നള്ളുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ സത്യം ഞങ്ങൾക്കുള്ളതെന്ന് മനസ്സിലാക്കി ആത്മമണവാളനായ കർത്താവ് തന്റെ കാന്തയാകുന്ന സഭയെ ചേർക്കുമ്പോൾ എന്റെ മണവാട്ടിയായിരിക്കാൻ നീ ഓരോരുത്തരും യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ ശുശ്രൂഷ ചെയ്യുവാൻ അടിയങ്ങളെയും ബലപ്പെടുത്തിയത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. നീ പിരിയാത്തവനായിട്ട് കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിത്യമായൊരു മണവറയ്ക്ക് നീ ഞങ്ങളെ യോഗ്യരാക്കിയിരിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, മാനവമഹത്വം തിരുമേനെടുക്കണമേ. കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പെരുമ്പാവൂർ കല്ലിക്കൽ ഓഡിറ്റോറിയത്തിൽ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുക.
അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ, അഭിവാദനത്തിൻ്റെ നിറമാലകൾ, ഇന്നലെ പാകിയ സ്വപ്നത്തിന്നൽ ചെടി ഇന്നു നിങ്ങൾ കേകി കതിർമാലകൾ. അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ, അഭിവാദനത്തിൻ്റെ നിറമാലകൾ, ഇന്നലെ പാകിയ സ്വപ്നത്തിന്നൽ ചെടി ഇന്നു നിങ്ങൾ കേകി കതിർമാലകൾ. അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ. മലരിലെ മധുവും മാനത്തെ വിധുവും മനതാരിലൊന്നിക്കും കാലം, ഈ മധുവിധു കാലം. മലരിലെ മധുവും മാനത്തെ വിധുവും മനതാരിലൊന്നിക്കും കാലം, ഈ മധുവിധു കാലം. വേനൽ വസന്തമായി തോന്നുന്ന കാലം, കൈപ്പും മധുരമായി മാറുന്ന കാലം, ഈ മധുവിധു കാലം. അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ, അഭിവാദനത്തിൻ്റെ നിറമാലകൾ, ഇന്നലെ പാകിയ സ്വപ്നത്തിന്നൽ ചെടി ഇന്നു നിങ്ങൾ കേകി കതിർമാലകൾ. അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ. പ്രവേശിച്ച് വിശ്വസിക്കുകയാണ്. ചില കാര്യങ്ങൾ ഇവിടെ നടത്താനായിട്ടുണ്ട്. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കട്ടെ. പരസ്യമായിട്ട് ആശംസകളോ സമ്മാനദാനങ്ങളോ വല്ലതുണ്ടെന്ന് വരികയും അതിനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കും. അതിനായിട്ട് ആളുകൾ കടന്നു വന്നേക്കട്ടെ.
വിവാഹിതരായിരിക്കുന്ന ഇതിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങളും പ്രതിഷ്ഠകളും അവരുടെ കുടുംബ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാനിടയാക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ പ്രിയ സർക്കാരത്തിനാണ് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഭക്ഷിച്ച് ബലപ്പെട്ട് അവിടുത്തെ നാമത്തിന് മഹത്വത്തിനായിരിക്കാൻ മശിയമ്പൂരെ സഹായിക്കണമേ. മനുജജന്മം മഹിയിലെന്നും ക്ഷണികമാണെന്നാലും സുഖവും ദുഃഖവും പരസ്പരം നിങ്ങൾ പങ്കിട്ടു വാഴിൻ. Life is a flower and love is nectar. Life is a flower and love is nectar. മനുജജന്മം മഹിയിലെന്നും ക്ഷണികമാണെന്നാലും സുഖവും ദുഃഖവും പരസ്പരം നിങ്ങൾ പങ്കിട്ടു വാഴിൻ. എവിടെ നിന്നോ എന്നോ പുഴകളായി നിങ്ങൾ വന്നു ഒന്നു ചേർന്നൊഴുകുന്നു ആഴിയെങ്ങോ എങ്ങോ ചിപ്പിക്കുള്ളിൽ മുത്ത എന്നും സ്വപ്നം പോൽ നിങ്ങൾ തമ്മിൽ സ്വർഗം തേടാൻ ആശിപ്പു ഞങ്ങൾ. Wish you both a happy and prosperous wedded life. മനുജജന്മം മഹിയിലെന്നും ക്ഷണികമാണെന്നാലും സുഖവും ദുഃഖവും പരസ്പരം നിങ്ങൾ പങ്കിട്ടു വാഴിൻ. ഒരു തണൽ മരക്കൊമ്പിൽ നിറയും ചില്ലകൾക്കുള്ളിൽ കൂട്ടുവിൻ നിങ്ങൾ വാനം പാടികൾ പോലെ. പൊന്നും മോതിരമെന്നും നിങ്ങളെ ഒന്നാക്കിയിടട്ടെ എന്നും ഞങ്ങളുടെ ആശംസകളുടെ ശോഷന്ന പൂക്കൾ. May heaven's choicest blessing be showered on the young couple. മനുജജന്മം മഹിയിലെന്നും ക്ഷണികമാണെന്നാലും സുഖവും ദുഃഖവും പരസ്പരം നിങ്ങൾ പങ്കിട്ടു വാഴിൻ. ആശംസകൾ നൂറാശംസ
ആശംസകൾ ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എന്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ മലരുകൾ വിടർത്തി കതിരുകൾ നിരത്തി വന്നണയും ദിവസം സ്മരണകൾ പുതുക്കി മധുരിമയൊഴുക്കി പൊന്നണിയും ദിവസം ഞാനെന്തു തരുവാൻ നിൻ മനം നിറയെ ഭാവുകം പകരാ നിൻമോഹവാഹിനി തീരഭൂമികൾ പുഷ്പഹാരമണിയാ ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എന്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ അഴകുകൾ മുകർന്നു ചിരികളിൽ അലിഞ്ഞു പൂവിതറും നിമിഷം നിനവുകൾ പകുത്തു കരളുകൾ അടുത്തു തേൻ ചൊരിയും നിമിഷം എന്നും നിൻ വഴിയിൽ മഞ്ജിമ പുലരാൻ മംഗളമരുളാം നിൻമോഹവീണ തന്മൂകതന്ത്രികൾ രാഗമാല്യമണിയാ ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമീ വേളയിൽ എന്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ നൂറു നൂറാശംസകൾ ഇണമലർക്കുരുവികളെ ഇണമലർക്കുരുവികളെ ഇനി നിങ്ങൾ രണ്ടല്ലൊരു ദേഹവും ഒരാത്മാവുമാണല്ലോ ഈ ദിവ്യ ദിവസത്തിൻ അനുഭൂതികൾ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കും ഇണമലർക്കുരുവികളെ വിശുദ്ധമാകും ഹൃദയങ്ങളെ വികാര കുസുമങ്ങളെ
വിശുദ്ധമാകും ഹൃദയങ്ങളെ വികാര കുസുമങ്ങളെ സ്നേഹ സൗന്ദര്യ സുതാരസമൂറും സൗഗന്ധികങ്ങളെ വിശ്വാസമോലുമീ മനസ്സുകളല്ലോ വിശ്വമംഗള പൂങ്കാവുകൾ വിശ്വമംഗള പൂങ്കാവുകൾ ഇണമലർ കുരുവികളെ ഇനി നിങ്ങൾ രണ്ടല്ലൊരു ദേഹവും ഒരാത്മാവുമാണല്ലോ ഈ ദിവ്യ ദിവസത്തിൻ അനുഭൂതികൾ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കും ഇണമലർ കുരുവികളെ I'm sailing home again, across the sea. I'm sailing stormy waters to be near you, to be free. I am flying, I am flying like a bird across the sky.